അനാഥാലയത്തിൽ മരിച്ച 79-കാരന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ മകനും മരുമകളും ചേർന്ന് വീട് പൂട്ടിപ്പോയി. വീടിനകത്ത് കയറ്റാൻ കഴിയാതെ പുറത്തുവെച്ച മൃതദേഹം മണിക്കൂറുകൾക്ക് ശേഷം പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. തൃശൂർ അരിമ്പൂർ സ്വദേശി പ്ലാക്കൽ തോമസിന്റെ മൃതദേഹമാണ് വീട്ടിൽ കയറ്റാനാകാതെ പുറത്ത് കിടത്തേണ്ടി വന്നത്. കഴിഞ്ഞ ഡിസംബറിലാണ് മകനും മരുമകളും ചേർന്ന് മർദ്ദിക്കുന്നതായി കാണിച്ച് തോമസും ഭാര്യ റോസ്ലിയും അന്തിക്കാട് പോലീസിൽ പരാതി നൽകിയത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സാമൂഹ്യനീതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇവരെ മണലൂർ കാരമുക്കിലുള്ള അഗതി മന്ദിരത്തിലേക്ക് മാറ്റുകയായിരുന്നു. അരിമ്പൂരിലെ തീപ്പെട്ടി കമ്പനിയിലെ തൊഴിലാളിയായിരുന്നു തോമസ്. ബുധനാഴ്ച പുലർച്ചെയാണ് മണലൂരിലെ അഗതി മന്ദിരത്തിൽ വെച്ച് തോമസ് മരിച്ചത്. മൃതദേഹം ബന്ധുക്കൾ ചേർന്ന് കൈപ്പിള്ളിയിലുള്ള വീട്ടിലെത്തിച്ചപ്പോൾ മകനും മരുമകളും ചേർന്ന് വീട് പൂട്ടി സ്ഥലം വിട്ടതായി നാട്ടുകാർ പറഞ്ഞു. തോമസിന്റെ ഭാര്യയും മകളും ബന്ധുക്കളുമടക്കം വീട്ടുമുറ്റത്ത് മൃതദേഹവുമായി 6 മണിക്കൂറോളം ഇരുന്നു. മകനുമായി പലരും ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഒടുവിൽ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിൽ എറവ് സെന്റ് തെരാസസ് കപ്പൽപ്പള്ളി സെമിത്തേരിയിൽ എത്തിച്ച് തോമസിന്റെ മൃതദേഹം ആചാരപ്രകാരം സംസ്കരിച്ചു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.